എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് 3 മാസമായപ്പം ഈ മുസ്ലിംസ് വീട്ടിലൊക്കെ വീട്ടുപണിക്ക് പോകണം. വെള്ളം കോരണത്, തുണി കഴുകണം, പാത്രം കഴുകണം. എൻ്റെ ഭാവിക്ക് കല്യാണത്തിന് വേണ്ടി ഓരോ രൂപ വെച്ച് അവർ വയറിറുക്കി കഷ്ടപ്പെട്ടാണ് ഈ ഡെപ്പോസിറ്റ് ഈ സാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. മാരേജ് ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു 2 മാസത്തിന് മുന്നിൽ പറയണമെന്ന്. അപ്പോൾ ഈ ജാനുവരിയിൽ ഞാൻ ഉപവാസ പ്രാർത്ഥന ദൈവസന്നിധിയിൽ 21 ദിവസം ഉപവാസത്തോട് പ്രാർത്ഥനയോട് ആലയത്തിരുന്നിട്ട് എൻ്റെ ഭാവി ഒരുങ്ങി. അപ്പോൾ ഈ സാറൊന്നും ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു മാർച്ചിൽ വന്നാൽ മതി, കാശ് തരുമെന്ന്. സാറും ആ സമയം വന്നപ്പോൾ സാറില്ല. കാശില്ല. എനിക്ക് 14-ാം തീയതി ഇടപാടിന് കാശ് കൊടുക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ കൃപയിൽ ഇപ്പോൾ ദുഃഖവെള്ളി ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞത് എന്ത് ചെയ്യണം, ഇടപാട് ചെയ്താലേ എൻ്റെ ഭാവി നടക്കും, അല്ലെങ്കിൽ എൻ്റെ കല്യാണമേ മുടങ്ങും. ആ അവസ്ഥ മൊത്തം ഇതിൽ കിടക്കുന്നത് എൻ്റെ അമ്മയുടെ ഇതിലായിട്ട് എനിക്ക് വേണ്ടിയിട്ട് 6.5 ലക്ഷം രൂപയും എൻ്റെ ചേച്ചിയുടെ 1,10,000. അവൾ സ്വർണ്ണം ഒരു മാല വിറ്റാണ് എന്ത് ചെയ്തത്, അത് കൊണ്ടിട്ടത്. ഇപ്പം 2 എമൗണ്ടും കിട്ടിയാലേ എനിക്ക് കല്യാണത്തിനുള്ള ആ പൈസ, അവർക്ക് പൈസ കൊടുക്കാൻ പറ്റൂ. കല്യാണത്തിനുള്ള സാരി ആയാലും ആഹാരമായാലും കാപ്പിയായാലും മണ്ഡപമായാലും എല്ലാം ഈ 7,60,000 രൂപയേ ഉള്ളൂ. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സാറിനോട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ വേണ്ടെന്ന് വയ്ക്കും. മരിക്കാൻ ഭയമില്ല. എന്തായാലും ഈ സാറിങ്ങനെ പറ്റിക്കാൻ പാടില്ല. എനിക്ക് 41 വയസ്സായി, കല്യാണമേ നടക്കാതെ ഇരുന്ന് ഇപ്പം ദൈവം എനിക്ക് കൊണ്ടുവന്നതാണ്. ആ മണ്ഡപത്തെ വേല பார்க்குறதாக்கு எனக்கு 1 லட்சம் ரூபா கையில் உண்டாருந்து நான் ஈசாப்பிலேருந்து லோன் எடுத்த பைசாக்கு அவங்கக்கிட்ட வச்சுக்க கொடுத்துருந்து, ஏன்னா வீடு வைக்கும்போது தரணும்னு கொடுத்துருந்து. ஆனால் 4 மாதம் வட்டி தந்துருந்து. பிறகு வட்டி ஒன்றும் தரல, பைசையும் தரல. வீடு வைக்கிறதுக்கு பஞ்சாயத்தில் 2 வீடு எனக்கு உண்டு. அது 2% கேட்டேன். எல்லாம் தரலான்னு சொல்லிட்டாங்க. சலம் விட்டது ஆள் இது வரைக்கும் வரையில்லை. ஏன்னா அம்மைக்கு 2.5 லட்சம் ரூபா கொடுக்கொண்டு மரண செலவுக்குள்ள பைசாக்கு அவங்கள வீட்டில் பட்டு திட்டம் பெற வாரி வேலை செய்த பைசாக்கு அவங்களுக்கு வீட்டில் இட்டிருந்தது. அந்த பைசா கிடைக்கல, இது வரைக்கும் கிடைக்கல. இது அதே மாதிரி ஏன்னா மைனி அவங்களுக்கு ஜால்ஸ் எல்லாம் தூத்து வாரியதாகும். இப்படியே தூக்கத்துக்கு வரதாக்கு அவங்களுக்கு ஒரு 3 லட்சம் ரூபா கொடுக்கறதுக்கு உண்டு. அவங்களுக்கு பர்த்தாவில்லை. ஒரு மோகம் இறந்து போனால் ஒரு மோகம் உண்டு, சுகமில்லாதவனாக்கு. பாரசாலை போலீஸ் ஸ்டேஷனில் கொடுத்துரு. என் பேர் லீலா.